പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്രഭ ഇടവയിലെ ഇട്ടൂക്ക് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് IOC സഭ ഒരു അപ്പോസ്തോലിക സഭയല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അപ്പോസ്തോലിക സഭകൾക്കാണല്ലോ പ്രാധാന്യം. മറ്റുള്ളതൊക്കെ കൂട്ടായ്മകളാണ്, സഭയല്ല. വിശുദ്ധ ഗ്രന്ഥത്തില് മത്തായി 16:16 കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസാണ് അവൻ മറുപടി കൊടുക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ കർത്താവിനോട് മറുപടി പറയുന്നുണ്ട്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 12 പേരിൽ ഭാഗ്യവാനായിട്ട് കർത്താവ് പറഞ്ഞത് പത്രോസിനുമാണ്. പരിശുദ്ധ കന്യാമറിയാമമ്മ സകല തലമുറ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പരിശുദ്ധ ആത്മാവുകൊണ്ട് നിറഞ്ഞ് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് നീ ഭാഗ്യവാനാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പം ഞാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിന്നെ ഭാഗ്യവാൻ എന്ന് മുദ്രകുത്തുന്നു. 1 കൊരിന്ത്യർ 13:2 എന്താണ് നാം വായിക്കുന്നത്? പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ലെന്ന്. 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവിലല്ലാതെ യേശു ദൈവപുത്രൻ എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇവിടെ വന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവിടെ വിശുദ്ധ തൃത്വം പത്രോസിനെ അംഗീകരിക്കുകയാണ്. അവൻ ഭാഗ്യവാനെന്ന് പറയാണ്. കർത്താവ് അപ്പോൾ തന്നെ സഭയുടെ ദൃശ്യതലവനായി പത്രോസിനെ കണ്ടു. വിശുദ്ധ തൃത്വത്തിൻ്റെ അംഗീകാരവും അതുണ്ട്. പിതാവിൻ്റെ കൗണ്ടർ സൈൻ അതിൽ വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ കൺസെൻറ്റും വന്നു കഴിഞ്ഞു. ഇതിൽ കൂടെ എന്നാ വേണ്ടത്? ഇതെന്താ മറ്റു കൂട്ടായ്മകൾ അംഗീകരിക്കാത്തത്? പത്രോസിന് സിംഹാസനം അംഗീകരിച്ച മാത്രം പോരാ, പത്രോസ് ദൃശ്യ തലവണം അംഗീകരിക്കണം. പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ. പൗരോഹിത്യം നൽവരം പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് മാത്രമേ ശ്ലൈഹിക വാഴ്വുകളും പൗരോഹിത്യ നൽവരവും നിർഗമിക്കുകയുള്ളൂ. ഇവിടെ വിശുദ്ധ തൃത്വം അത് പ്രത്യേകമായിട്ട് എടുത്ത് വെളിപ്പെടുത്തി തരികയാണ്. പത്രോസിന് ഇതിനു മുമ്പ് പിതാവ് പലതും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 17:1 വായിക്കുമ്പോൾ ആ രൂപാന്തരീകരണ സമയത്ത് മോശെ ഏലിയാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് മോശെ ഏലിയാവിനെ കണ്ടിട്ടില്ല. പക്ഷെ പത്രോസ് വിളിച്ചു പറയണം, ഞാൻ 3 കൂടാരം ഉണ്ടാക്കും, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ഈ മോശ ഏലിയാവിനെ എങ്ങനെയാ പത്രോസിന് മനസ്സിലായത്? അത് പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ നീ ഭാഗ്യവാൻ. പിന്നെ പറയുന്നുണ്ട് 16:18 ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാനും നിന്നോട് പറയുന്നു, നീ കീപ്പയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
ഞാനും നിന്നോട് പറയുന്നു. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആ പാറമേൽ തന്നെ പണിയണത്. അവിടെ പലതരം വ്യാഖ്യാനങ്ങൾ ഇതിനെ പറ്റിയുണ്ട്. ഇവിടെ ഞാനും നിന്നോട് പറയുന്നു, പിതാവിൻ്റെ അംഗീകാരത്തിന് ഞാനും പിന്താങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൺസെന്റ് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വളരെ സത്യമായ ഒരു ദൈവശാസ്ത്ര രഹസ്യം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിനെ ദൃശ്യതലവനായിട്ട് തന്നെ അംഗീകരിക്കണം. പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ. മറ്റ് 11 ശ്ലീഹന്മാർ അത് സമ്മതിച്ച് കൊടുത്തിട്ടുള്ളതാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹ ഉൾപ്പെടെ. അതിന് വ്യക്തമായൊരു തെളിവാണ് തോമാസ് ശ്ലീഹ ഇന്ത്യയിലോ ഭാരതത്തിലോ എവിടെയോ, കേരളത്തിലോ എവിടെയുമോ ഒരു മെത്രാപ്പോലീത്തായെ വാഴിച്ചിട്ടില്ല. മറ്റൊരു ശ്ലീഹന്മാരും വാഴിച്ചിട്ടില്ല. അതിൻ്റെ പരമാധികാരം അന്ത്യോക്യ സിംഹാസനത്തിനും പരിശുദ്ധ പത്രോസിനുമാണ്. IOC 5-ാം ദുഗ്ധൻ തിരുത്തിയതോടൊന്നും ആ ഒരു കാര്യമില്ല. ഇഗ്നാത്യോസ് നോറോനെ അവർക്ക് ഓർക്കണം. എന്തിനാ? വിശുദ്ധ കൗമായുടെ സൃഷ്ടി ഇഗ്നാത്യോസ് നോറോന് കിട്ടിയ വെളിപ്പെടുത്തൽ മൂലമാണ് ഉണ്ടായത്. അപ്പൊ ആ കൗമാര് ഇല്ലല്ലേ, ആ കൗമ വെട്ടികളെ സേവേരിയോസിനെ അപ്രേമിനെ ഓർക്കണം. വേറെ എന്തോ പിതാക്കന്മാരുണ്ട്, അവരൊന്നും ഓർക്കില്ല. അപ്പൊ കുറച്ച് ഓർക്കാം, കുറച്ച് ഓർക്കൂല. 5-ാം ദുഗ്ധനും 4-ാം ദുഗ്ധനും ഒക്കെ മാറ്റാവുന്നൊക്കെ ഒരു മാറ്റട്ടെ. ഏതായാലും ഒരു പുതിയ സഭയാണ് ഞങ്ങൾ ഒരു അംഗീകരിച്ചല്ലോ, അത് തന്നെ വലിയ സമാധാനം. യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ IOCയും 2 വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഉള്ളവരാണെന്ന് സമ്മതിച്ചല്ലോ. ഇനിയിപ്പോൾ അവരോട് തർക്കിക്കേണ്ട കാര്യം നമുക്കില്ല. എന്നാലും ഞാനത് പറയുന്നു മാത്രം. അപ്പോൾ തോമാസ് ശ്ലീഹ ഉൾപ്പെടെ സമ്മതിച്ച ഒരു കാര്യം IOC സമ്മതിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാനും നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു, നീ കീപ്പോയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആളുടെ വിവരങ്ങൾ അതിന് ജയിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജയിച്ചിട്ടില്ല, എപ്പോഴും ജയിക്കില്ല, ഇനി ജയിക്കില്ല. എണ്ണത്തിലല്ല കാര്യം, വിശ്വാസത്തിലാണ് കാര്യം. ഇപ്പോൾ പെന്തക്കോസ്ത് സഭകൾ ഒത്തിരി സഭകളുണ്ട്, എണ്ണത്തിൽ കൂടുതലുണ്ട്. അത് അപ്പോസ്തോലിക സഭയല്ല, മാർത്തോമാ സഭ വേറിട്ട് നിൽക്കുകയാണ്. പത്രോസിൻ്റെ ആ പരമാധികാരത്തെ അല്ലെങ്കിൽ ദൃശ്യതലവനെന്നുള്ള അവരംഗീകരിക്കുന്നില്ല. പെന്തക്കോസ്ത് സഭകൾ ഒട്ടും അംഗീകരിക്കുന്നില്ല. ഈ സഭകളൊക്കെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ദൃശ്യതലവനാണ് പത്രോസ് എന്ന് അംഗീകരിച്ചാലേ സാധിക്കും. അത് പരിശുദ്ധ റൂഹായും പിതാവും പുത്രനും ഇവിടെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ എന്താ ഒരു തെളിവ്, വേദ തെളിവ് വേണ്ടത്? മലങ്കര കത്തോലിക്ക സഭ, മലങ്കര കത്തോലിക്ക സുറിയാനി സഭ, അവർ വിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് അപ്പോസ്തോലിക സഭയായി നിലകൊള്ളുകയാണ്. അല്ലാതെ ഈ പത്രോസിൻ്റെ അദൃശ്യ തലവത്വം എന്ന് പറയാനും തെറ്റില്ല. തലവനായി പത്രോസിനെ അംഗീകരിക്കാതെ അപ്പോസ്തോലിക സഭയാകില്ല. IOC സഭ പത്രോസിനെ എന്ന് ദൃശ്യതലവനായി കാണുന്നുവോ അന്ന് മാത്രമേ അവർ അപ്പോസ്തോലിക സഭയാകുകയുള്ളൂ. പിന്നെ നിക്കാ സിനോദോസിനൊക്കെ അവർ തള്ളിക്കളയാന്ന് മുഴുവൻ തളരുമില്ല, കുറേ സ്വീകരിക്കും. ചില പിതാക്കന്മാരുടെ പേര് പറയും, ചില പിതാക്കന്മാരുടെ പേര് പറയില്ല. നിക്കായിലെയും കുസ്തുതിനോപോലിസിലെയും എഫേസസിലെയും പരിശുദ്ധ 3 പൊതു സിനോദോസുകളെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കണേ. ഞങ്ങൾക്ക് ഉടുപ്പും തൊപ്പി അതൊക്കെ കിട്ടിയത് അദ്വൈതയിൽ നിന്നല്ല, കോപ്റ്റിക് സഭയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് യാക്കോബായ സഭയുടെ കൂടെ നിൽക്കുന്ന സഭയാണ്.
സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന സഭയല്ല. അവരൊക്കെ പത്രോസിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നവരാണ്. അർമേനിയൻ സഭയും ഈഗുപ്ത അല്ലെങ്കിൽ കോപ്റ്റി സഭയും ഇന്ത്യൻ സിറിയക് ഓർത്തഡോക്സ് സഭയും, ആ 3 സഭകളും കൂടിയാണ് ഏകസഭ എന്ന വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. ഏകസഭ നിങ്ങൾ പറയാം. പത്രോസിനെ എൻ്റെ ദൃശ്യ തലവനെന്നുള്ള ഞാൻ അംഗീകരിക്കില്ല. ആ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? ഒക്കെ വെറുതെ മറ്റുള്ളവരെ പറ്റിക്കാൻ പറയുന്നെന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നീ പാറയാവുന്നെന്ന് പറയുന്നത് തന്നെ അവൻ്റെ ആ ദൃശ്യ തലവനെന്നുള്ള ആ അംഗീകാരം കൊടുക്കുകയാണ് കർത്താവ്. ഞാനും നിന്നോട് പറയുന്നു നീ പാറയാവുന്നു. കർത്താവാണ് പാറ. ആ പാറയുടെ ഒരു അംശം കൊടുത്തു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ പാറയോട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ് പത്രോസിനെ. ഞാനിവിടെ നിന്ന് സ്വർഗാരോപണം ചെയ്തു പോയാൽ പിന്നെ സഭയെ നയിക്കേണ്ട നീയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്കാണ് തരുന്നത്, എല്ലാവർക്കും കൊടുക്കണില്ല. ഇപ്പൊ പലരും പറയും സത്യവിശ്വാസമാകുന്ന പാറമേലാണോ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് പെന്തിക്കോസ്ത് സഭയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അവരും പറയുന്നത് സത്യവിശ്വാസം ഇതാണെന്നാണ്. പക്ഷെ പിതാക്കന്മാർ അങ്ങനെയല്ല അർത്ഥമാക്കിയിരുന്നത്. വിശുദ്ധ കുർബാന തഹസ് എഴുതിയുണ്ടാക്കിയ യാക്കോബ് ശ്ലീഹ പോലും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്ന പത്രോസിനെയാണ്. ആ വിശ്വാസം പറഞ്ഞ വ്യക്തിക്കാണ് പ്രാധാന്യം, വിശ്വാസത്തിനല്ല പ്രാധാന്യം. ഇവിടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെ തന്നെയാണ്. വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഇത് പറഞ്ഞ വ്യക്തി അതാണ് സത്യവിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ യാക്കോബ് ശ്ലീഹ പറയുന്നു. കർത്താവ് പറയുന്നതിനെതിരായിട്ട് യാക്കോബ് ശ്ലീഹ പറയൂ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും യാക്കോബ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സത്യവിശ്വാസം എന്ന പാറമേൽ എന്ന് പറഞ്ഞാൽ മതി. ആ പാറ പത്രോസാണ് എന്ന് അത് വളരെ ക്ലിയറാണ് അവിടെ. മറ്റൊരു ഭാഗത്ത് പറയുന്നില്ലേ, ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം വിട്ട് പണിത സഭ അല്ലെങ്കിൽ കെട്ടിടം. അവിടെ വിശ്വാസത്തിനാരും പറയാനില്ല. പത്രോസിന്റെ ലേഖനം തന്നെയാണ് എൻ്റെ ഓർമ്മ. 1 പത്രോസിൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അവനാണ് ജീവൻ. ആ കല്ലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ജീവൻ കിട്ടാൻ മാർഗം. ആ മൂലക്കല്ലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പത്രോസാണ്. ഒരു സംശയമാണ് അതിനകത്ത്. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ പത്രോസ് ഏറ്റു പറഞ്ഞ ആ സത്യവിശ്വാസമാണ് അവനെ ഭാഗ്യവാനാക്കി തീർത്തത്, അവനെ ദൃശ്യ തലവനാക്കി തീർത്തത്, പള്ളാടുകളെയും കുഞ്ഞാടുകളെയും പെണ്ണാടുകളെയും മേയ്ക്കുവാനുള്ള അധികാരം കൊടുത്തത്, സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുത്തത്. ഞാനിവിടെ നിന്ന് പോയാൽ നീയാണ് സഭയെ ഭരിക്കേണ്ടത്, നീയാണ് നയിക്കേണ്ടത്, നീയാണ് പൗരോഹിത്യത്തിൻ്റെ മേൽപ്പട്ടക്കാർ വാഴിക്കേണ്ടത്. പൗരോഹിത്യ നൽവരും ശ്ലൈംഗിക വാഴ്വുകൾ പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന്, നിന്റെ സിംഹാസനത്തിൽ നിന്നാണ് ഒഴുകേണ്ടത്. ഇതൊക്കെ നിക്യാസുന്നോദോസ് അംഗീകരിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ പത്രോസിൻ്റെ പരമാധികാരവും അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും അധികാരത്തെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യയിൽ, കിഴക്കൊക്കെയിൽ ഇന്ത്യ പെടുമല്ലോ, ഇന്ത്യയിൽ വേറെ സ്വതന്ത്ര സഭയുണ്ടാക്കി അവർ പത്രോസിൻ്റെ ആ ദൃശ്യ തലവനെന്നുള്ളത് പദവി അംഗീകരിക്കാത്തവരാണ്. കർത്താവ് പറഞ്ഞതിനെ ധിക്കരിക്കുന്നവരാണ്. അവരൊരിക്കലും അപ്പോസ്തോലിക സഭയല്ല. അപ്പോസ്തോലിക സഭയ്ക്കല്ലാതെ അപ്പോസ്തോലിക പാരമ്പര്യം പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാനത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ സ്നാനം കൊടുക്കുക, ഉപദേശിക്കുക. ഉപദേശിച്ച് സ്നാനം കൊടുക്കുക രണ്ടുമുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവർ കയ്യപ്പ് കൊടുത്തവർക്ക് പ്രസംഗിക്കാൻ പോലും അധികാരമുള്ളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:3 പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും ശൗലിനെയും ബർന്നബാസിനെയും കൈവപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുകയാണ്. ശൗലിനെ കർത്താവ് വിളിച്ച് ചേർത്തതല്ലേ സഭയിലേക്ക് അനന്യാസ് വഴി. എന്നിട്ടും ഇവിടെ കൈവെപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചാണ് പറഞ്ഞു വിടുന്നത് പ്രസംഗിക്കാൻ. ഇന്നുള്ള ഉപദേശിമാരൊക്കെ ആരുടെ കൈവെപ്പുണ്ട് പ്രസംഗിക്കാൻ? ഓരോരുത്തരും ഓരോ തോന്നിയ പോലെ പ്രസംഗിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്ക് വരുന്നില്ല. അപ്പോൾ നീ പാറയാകുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് കർത്താവ് കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥാനം. കർത്താവ് സ്വർഗാരോഹണം ചെയ്താൽ പിന്നെ നീ സഭയെ ഭരിക്കണം. അതാണ് എൻ്റെ അർത്ഥം. പാറയാകുന്നു, അതിന് അവന് അർഹതയുണ്ടത്. അതാണ് നീ കീപ്പോയാകുന്നു. കീപ്പോ എന്ന് പറയുമ്പോൾ പാശ്ചാത്യ സുറിയനെയായി. കീപ്പ പൗരസ്ത്യ സുറിയനെയായി. അങ്ങനെ നമ്മളതിനെ പരിചരിച്ചാൽ മതി. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോസ്തോലിക സഭയാകണമെങ്കിൽ പത്രോസിൻ്റെ പരമാധികാരത്തെയും അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയുമുള്ള പരമാധികാരത്തെ അംഗീകരിക്കാത്ത സഭകൾ, കോപ്റ്റി സഭയും അർമേനിയൻ സഭയും റോമൻ സഭയും ഒക്കെ ഈ പത്രോസിൻ്റെ പ്രാധാന്യത്തെ അംഗീകരിക്കുന്നവരാണ്. മറ്റു 11 ശ്ലീഹന്മാരും അംഗീകരിക്കുന്നവരാണ്. പിന്നെ യാക്കോബായ സഭയും മറ്റു സഭകളും തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പത്രോസിൻ്റെ സിംഹാസനത്തെ അവർ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അവർ അപ്പോസ്തോലിക സഭയാണ്. IOC സഭ അപ്പോസ്തോലിക സഭയല്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.